കാനയിൽ വിമൻസ് വാർത്തയിൽ വന്നപ്പോൾ അന്നായിരുന്നു ഈ അമ്മയുടെ ഈ പ്രശ്നങ്ങൾ വന്നത്. എൻ്റെ ആദ്യത്തെ ആർട്ടിക്കിൾ തന്നെ അതിനെപ്പറ്റിയായിരുന്നു. കാരണം സ്ത്രീ സുരക്ഷ ആവശ്യമാണ് എല്ലാ വർക്ക് സ്പേസിലും. ഇപ്പം അന്ന് ആ ഫിലിം ഫീൽഡിൽ വന്നെന്ന് പറഞ്ഞാലും ബാക്കി എല്ലാ കൂടുതൽ എക്സ്പോഷർ കിട്ടുന്ന ഇടമായതുകൊണ്ട് അത് പെട്ടെന്ന് എല്ലായിടത്തും അത് വേണം. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യണം. പിന്നെ അതേപോലെ ഞാൻ ആദ്യമായിട്ട് ഫൊക്കാനയിൽ വന്ന സമയത്ത് ഫൊക്കാന ഇസ് അറൗണ്ട് ഫോർ 40 years. അപ്പോൾ വേറെ ചില സംഘടനകളിലെ ചില പ്രശ്നങ്ങൾ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചത് നമ്മുടെ ഈ 40 years ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിൽ എന്താണ് ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് അങ്ങനെയുള്ളതിൻ്റെ പോളിസി. അപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ ഒരു പോളിസി ഇല്ല. അപ്പോൾ പക്ഷേ അന്നത്തെ പ്രസിഡന്റ് ജോർജി വർഗീസും സെക്രട്ടറി സജിമോൻ ആന്റണി വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ ഫോക്കസ് ചെയ്ത് എന്നോട് തന്നെ പറഞ്ഞു രവതി ഡ്രാഫ്റ്റ് ചെയ്തോളൂ. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ ഞാനാണ് ആ പോളിസി ഫൊക്കാനയ്ക്ക് വേണ്ടി ഡ്രാഫ്റ്റ് ചെയ്തത്. അതാണ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ശരിക്കും ഈ അടുത്ത കാലത്ത് ഗവൺമെന്റ് ഓഫ് കേരള ഒരു വലിയ പോളിസി മേക്കിംഗ് നടത്തിയിരുന്നു, അറിഞ്ഞിരുന്നോ? അബൌട്ട് ഫിലിം ഫീൽഡിനെ കുറിച്ച്. ഒരു കേരള സ്റ്റേറ്റിൻ്റെതായിട്ടുള്ളൊരു ഫിലിം പോളിസി ആദ്യമായിട്ട് നിലവിൽ വരികയാണ്. അതിന് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് നമുക്ക് ഏറെ അല്ലേ അദ്ദേഹത്തെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ശ്രീ സജി ചെറിയാൻ അദ്ദേഹം ഈ അടുത്ത കാലത്ത് നടത്തിയ ആ ഒരു കോൺക്ലേവ്, ഫിലിം കോൺക്ലേവ് മലനാട് TV അത് ഫുള്ളായിട്ട് നമുക്ക് അലോട്ട് ചെയ്തിരുന്നത് ഒരു ചെറിയ സ്പാൻ മാത്രമാണ്, ബാക്കി ടെലികാസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. മലനാട് TVയുടെ ക്യാമറമാൻമാർ അടക്കമുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കേട്ട കാര്യങ്ങളും കണ്ട കാര്യങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയുന്നത്, ഒരുപാട് ആദരവ് തോന്നി നമ്മുടെ അത് നടത്തിയ സംവിധാനത്തോട്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു വേദി എത്തുകയാണ്, ഒരു പോളിസി മേക്കിംഗ് ഉണ്ടാകുകയാണ് അല്ലേ? ഫൊക്കാനയിൽ നമ്മൾ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പോൾ അമേരിക്ക പോലൊരു രാജ്യത്ത് സ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? എല്ലാ ഇടത്തും പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ താരതമ്യേന സുരക്ഷിതരാണ്. ആണ്. ഓക്കെ. അപ്പം പോളിസിയിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് എന്താണ്? അതല്ല, എന്തെങ്കിലും ഇപ്പോൾ ഒരാൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഹൗ യു ഡീൽ വിത്ത് ഇറ്റ്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ, വാട്ട് പീപ്പിൾ ക്യാൻ എക്സ്പെക്ട്, അത് ഡ്രാഫ്റ്റ് ചെയ്യുക ചെയ്തത്.